ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ സ്പിരിറ്റ് കച്ചവടത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു സർപ്രൈസാണ് ഗൈസ്. എന്താ പറയുക അതിനൊക്കെ. ഇത് നോക്കി നിങ്ങൾ, ഈ വണ്ടി നിങ്ങൾക്ക് കണ്ടിട്ട് എന്തേ തോന്നുന്നുണ്ടോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എവിടെയെങ്കിലും കണ്ട പോലെ തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗൈസ്, ഇത് നമ്മളെ സ്പൈഡർമാൻ ആണ് കേട്ടോ. ആ റെഡ് വണ്ടിയാണ് നമ്മളിപ്പോൾ കുറച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. കുറച്ച് അധികം മെനക്കെട്ടിട്ടുണ്ട്. കാരണം അത്യാവശ്യം പൈസ പൊട്ടുന്ന പണിയാണിത്. കാരണം വണ്ടിയൊക്കെ നല്ല താത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ കാലം എടുത്ത് ചെയ്തതാണ്. പക്ഷേ ഇതിനെപ്പറ്റി ഒരു അപ്ഡേഷൻസ് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സർപ്രൈസായിട്ട് വെക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു അതാണ് കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടി കാണാഞ്ഞത്. അപ്പം ഈ ഒരു വണ്ടി നമ്മളിത് ബ്ലൂ ബോയ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഇതവിടെ ചെറുതായിട്ട് കുറച്ച് യു വാണ്ട് ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ ഷൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ടെമ്പിളിലേക്ക് പോയിട്ട് കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വണ്ടീൻ്റെ നമ്പറൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. KL11EZ0982 ആണ് നമ്മളെ നമ്പർ. നമുക്കേതായാലും ടെമ്പിളിൻ്റെ താഴത്താണ് നമ്മളുള്ളത്. നമുക്ക് ഏതായാലും മുകളിലേക്ക് പോവാം. വണ്ടി ഏതായാലും തട്ടി ഞാൻ ആദ്യത്തെ റൈഡ് തന്നെ തട്ടി. ആ ശകുനാണ് ആദ്യം തന്നെ. റിപ്പയറൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമല്ല, ഈ വണ്ടീൻ്റെ അപ്ഡേഷൻസും ബാക്കിയൊരു കാര്യങ്ങളൊക്കെ ആണ്. അതായത് എന്താണ് അതിൽ മാറ്റം വരുത്തിയത് എന്താണെന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ടെമ്പിൾ എത്തിയിട്ടുണ്ട്. നമുക്കിവിടുന്ന് ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കണം, സിനിമാറ്റിക് വീഡിയോ എടുക്കണം. അത് നമ്മൾ ചാനലിൽ ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ അത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഏതായാലും ഷോർട്സ് എല്ലാവരും പോയി കാണുക എന്ന് തന്നെ വരുന്നതാണ്. അത് രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ ഷോർട്സ് വരുന്ന ഞാൻ തോന്നുന്നു. അല്ലെങ്കിൽ നാളെ ഔട്ടോ ഗൈസ്, സമയപരിധി കുറച്ച് കുറവാണ്. അപ്പോൾ അത് വണ്ടീൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലൂ ബോയ് നമ്മൾ ബ്ലാക്ക് കളറിൽ എഴുതിയിട്ട് വൈറ്റ് കളർ കൊണ്ട് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്നിൽ ഹോണ്ടൻ്റെ ലോഗോ വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് ഇവിടെ കാണിക്കാനുള്ളത്. പിന്നെ ഈ സൈഡിലും മറ്റേ സൈഡിലുള്ള അതേ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ലോഗോ വെച്ചിട്ടില്ല. ബാക്കിൽ വെക്കാൻ നമുക്ക് ക്യാഷ് സെറ്റായില്ല. പിന്നെ ഈ മോളിലൊക്കെ നമ്മളൊരു സാധനത്തിന് പറയുക, ആ 2 ഓട്ടമുള്ള ഇതെല്ലാം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അതിനൊക്കെ നമ്മൾ ബ്ലൂ കളറ് നമ്മുടെ ബോണറ്റുമുള്ളതിന് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. ഇത് ഏതായാലും വലിയ വിലയൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒരു 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ വണ്ടി ഇങ്ങനെയാക്കാം. 50,000 വേണമെന്നില്ല, പക്ഷെ കുറഞ്ഞതൊരു 30,000 ഉണ്ടെങ്കിൽ 30,000 പറ്റൂല കേസ്. ഒരു 50,000 തന്നെ ആ ഒരു റേറ്റിൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ, ഈ രീതിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം 21,000 രൂപയുള്ള ഈ വണ്ടിക്ക്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഏതായാലും എല്ലാവരും വണ്ടിയൊക്കെ വാങ്ങി സെറ്റായിരിക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 3.5 മിനിറ്റാണ്. അപ്പം 3.5 മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്ര ലോങ്ങൊന്നും ആക്കിയാലേ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.